എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് വരാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ പാട്ടുകളും അങ്ങനെ പല നമ്മുടെ മിക്സ് ആയിട്ടുള്ള ചാനലായതുകൊണ്ട് പല പ്രോഗ്രാമായിട്ടാണ് നമ്മൾ വരാറ് ഇവിടെ. എന്നാൽ ഇന്ന് എനിക്ക് തോന്നി അങ്ങനെയല്ല, ഇന്നൊരു സമകാലീനമായ ഒരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ, എന്നെപ്പോലെയുള്ള ഒരുപാട് ആളുകൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. പലരും എന്നോട് പരാതിപ്പെട്ടു. അതുപോലെ പല സോഷ്യൽ മീഡിയയിലും നമുക്ക് കാണാനിടയായി ഈ ഒരു വിഷയം. പുതുതായിട്ട് അല്ലെങ്കിൽ പഴയ ആളുകൾ തന്നെ ഏതൊരു യൂട്യൂബർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അത് നമ്മൾ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഒരുപാട് ആളുകൾ തുടങ്ങിയപ്പോൾ അതിനൊരു ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ക്രൈറ്റീരിയ എന്താണ്? മിനിമം 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ 4000 വാച്ച് അവർ നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനലൊന്ന് ആക്റ്റീവ് ആവുള്ളൂ. മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യം. അപ്പോൾ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയാൽ ചാനൽ എന്ന നിലയിൽ നമുക്കൊരു റെക്കഗ്നേഷൻ കിട്ടുന്നത് ഈ ഒരവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരവസ്ഥയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഓരോരുത്തരും ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അപ്പം ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പലരും, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള മലയാളികൾ എല്ലാത്തിനും ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുന്ന ആളുകളാണ്. നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും പെട്ടെന്ന് നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കും. അല്ലെങ്കിൽ വേറൊരു സബ്സ്ക്രൈബ് ഇതുപോലെ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളുകളോട് സംസാരിച്ചിട്ട് അവർ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യും, നമ്മൾ അവർക്കും ചെയ്യും. ഇതിനൊന്നും യൂട്യൂബ് എതിരല്ല. യൂട്യൂബിൻ്റെ എയിം ഒരേ ഒരു സംഗതി മാത്രമാണ് യൂട്യൂബ് പറയുന്നത്. നിങ്ങൾ പരസ്പരം അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും തമ്മിൽ അറിയാതെ, അല്ലെങ്കിൽ അതിലുള്ള കണ്ടൻറ്റ് എന്താണെന്ന് കേൾക്കാതെ മനസ്സിലാക്കാതെ പരസ്പരം ചെയ്യുന്നതിന് യൂട്യൂബ് എതിരാണ്. അതൊരു സ്പാം എന്നുള്ള കണക്കിൽ അതിനെ വിശേഷിപ്പിക്കും. ആ ഒരു കാറ്റഗറി വിടും. സ്പാമായിട്ട് കണക്കാക്കിയിട്ട് ഈ സബ്സ്ക്രൈബേഴ്സിനെ അവർ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ഒരു നല്ല നിലയിൽ നല്ല നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞു, അതെങ്ങനെ അറിയില്ല, സംഭവം ടോട്ടലി ഗെറ്റ് ക്യാൻസൽഡ്. അതെങ്ങനെയോ അത് നഷ്ടപ്പെട്ടവർക്ക്. അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നും ആർക്കും മനസ്സിലാവുന്നില്ല. പിന്നീടാണ് അതിൻ്റെ കാര്യം മനസ്സിലായത്. യൂട്യൂബ് ആഗ്രഹിക്കുന്നത് എല്ലാവരും പരസ്പരം അവരുടെ ചാനലിലുള്ള വീഡിയോസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഒക്കെ കണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് അഭിപ്രായം പറയണം. അല്ലാതെ നമ്മളൊരു പരസ്പര ധാരണയുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എനിക്ക് തരൂ, ആ സബ്സ്ക്രിപ്ഷൻ മാത്രമാകുമ്പോഴാണ് അതൊരു സ്പാമായിട്ട് കണക്കാക്കുന്നത്. അതൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഒരു പരസ്പര ധാരണയുടെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ അത് യൂട്യൂബ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ആണ് നമുക്ക് ഒരുപാട് പേര് ഈ പരാതി പറഞ്ഞത്. നമ്മൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നമ്പർ 10 പറഞ്ഞു, 11 പറഞ്ഞു, 12 പറഞ്ഞു. പിന്നെ യൂട്യൂബ് ചാനൽ നമ്മൾ അവിടുത്തെ പ്രോഗ്രാം കാണുകയാണെങ്കിൽ, വീഡിയോ ഷോർട്സ് കാണുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഈ തിരക്കിനിടയിൽ കാണുന്നതിന് ലിമിറ്റുണ്ട് അല്ലേ? അതിൽ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു ദിവസം നിങ്ങളൊരു 10, 25, 30 ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബിന് സംശയം വരും, ഇത് കാണാതെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇതിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. നിങ്ങൾ പരസ്പരം കാണുക. കാണുന്നതിൽ 2 ഉദ്ദേശമുണ്ട് അല്ലേ? കാണുക, കണ്ടൻറ്റ് മനസ്സിലാക്കുക, അഭിപ്രായം രേഖപ്പെടുത്താം, സബ്സ്ക്രൈബ് ചെയ്യാം. അതൊരു തെറ്റല്ല. അത് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമാണ്. കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ മാത്രം കിട്ടിയാൽ പോരാ. സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും വാച്ച് അവർ കൂടി വേണം.
അപ്പോൾ പരസ്പരം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോ കാണണം, മുഴുവനായിട്ട് കാണണം. അതും യൂട്യൂബിന് മനസ്സിലാവും. നിങ്ങൾ വെറുതെ ഒന്ന് പോയിട്ട് അവിടെ എഴുതി പോയാലും സ്കിപ്പ് ചെയ്ത് പോയാൽ അവിടെ മനസ്സിലാവും. നമ്മളിത് അതിൻ്റെ അത്രയും ടൈമിൽ നമ്മൾ എൻഗേജ് ആയിരിക്കണം. ഒരു വട്ടമെങ്കിൽ നമ്മൾ കണ്ടിരിക്കണം. എന്നിട്ട് നമുക്ക് ആത്മാർത്ഥമായ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം അതിൽ രേഖപ്പെടുത്താം. അങ്ങനെ ഒരു 3-4 ചാനൽ കാണുമ്പോഴാണ്, 3-4 പ്രോഗ്രാം ചാനലിലെ വീഡിയോസ് കാണുമ്പോഴാണ് എന്താണ് അത് അർത്ഥമാക്കുന്നത്, എങ്ങനെയുള്ള ഇതാണെന്ന് മനസ്സിലാകുന്നത്. അത് മനസ്സിലായിട്ട് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് പോകാം. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു ഇറ്റ് ഈസ് എന്താ പറഞ്ഞത്, കൺസിഡേർഡ് ആസ് എ സ്പാം. അപ്പോൾ സ്പാം ആകുമ്പം ഇതെല്ലാം ക്യാൻസലായി പോകും. ഇതാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് കാണുകയും പരസ്പരം സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കണ്ടിരിക്കണം. കാണാതെ ചെയ്താൽ നമുക്കിതുപോലൊരു ഒക്കെ പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള, പ്രത്യേകിച്ചും പുതുതായി തുടങ്ങിയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ശ്രദ്ധിക്കുക. മറ്റുള്ളൊരു ചാനൽ നമ്മളൊരു കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിലാവരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ചാനലിൽ കാണുക, വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തുക. അങ്ങനെ 3-4 ചാനലൊക്കെ കണ്ടതിന് ശേഷം വേണം അത് സബ്സ്ക്രൈബ് ചെയ്യാൻ. ഒരുപക്ഷെ നമ്മുടെ ഒരു ഇമേജ് ഉണ്ടല്ലേ, നമ്മുടെ യൂട്യൂബറാകുമ്പോൾ നമ്മളൊരു ഇമേജ് ഉണ്ട് അവിടെ, നമ്മൾ ആരാണെന്നൊരു വ്യക്തതയുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ എന്തെങ്കിലും കണ്ടൻറ്റ് ഒരിക്കലും കൊണ്ടുവരില്ല. നമ്മളെ വ്യക്തിത്വം കളഞ്ഞുകൊണ്ട് ആരും കൊണ്ടുവരില്ല. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനുള്ള ആ ഒരു എന്താ പറയുക അതോറിറ്റി കിട്ടണം, ആ ഒരു അംഗീകാരവും കിട്ടണം നമുക്ക്. അതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് ആത്മാർത്ഥമായി ചെയ്യാനും മറ്റുള്ളത് അതുപോലെ ആത്മാർത്ഥമായി കാണാനും പ്രതികരിക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചാൽ മാത്രം, അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിച്ചാൽ മാത്രമേ നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ കൂടെ എന്നെപ്പോലെ തന്നെ യൂട്യൂബ് ചാനൽ നടത്തുന്ന എല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷനും നഷ്ടപ്പെടില്ല. ഒരു സ്പാമാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ സംശയിക്കപ്പെടരുത്. ആ ഒരവസ്ഥയിൽ കൂടെ വേണം നമ്മൾ നീങ്ങാൻ. ഇതേ ഉള്ളൂ. അപ്പം നമ്മൾ പരസ്പരം കാണുമ്പോൾ നമുക്കും അതുകൊണ്ട് ഗുണമുണ്ട്. നമ്മളൊരാൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മളൊരു 3-4 വീഡിയോസ് എങ്കിലും അവർ കണ്ടിരിക്കും, എന്നിട്ട് അഭിപ്രായം പറഞ്ഞിരിക്കും. അപ്പം നമുക്ക് വ്യൂസ് കിട്ടുന്നുണ്ട്, ലൈക്ക് കിട്ടുന്നുണ്ട്, കമൻറ്റ് കിട്ടുന്നുണ്ട്, പ്ലസ് സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഒരു യൂട്യൂബറിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടുന്നുണ്ട്. അത് പരസ്പരം എല്ലാം ചെയ്യുകയാണെങ്കിൽ അവിടെ സ്കാമിൻ്റെ പ്രശ്നം ഇരിക്കുന്നില്ല. അതേപോലെ നമുക്ക് വാച്ച് അവർ കിട്ടുന്നു, സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നു, ലൈക്കും കമൻറ്റും, അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ അതിന് എന്താ പറയുന്നത് യോഗ്യരായി മാറും, അർഹരായി മാറും. അപ്പോൾ അവിടെ സ്കാം ഉദിക്കുന്നില്ല. അപ്പം നമുക്ക് ചെയ്ത ഒരാളത് തീർച്ചയായും നമ്മളവിടെ പോയിട്ട് നോക്കുന്നത് അതൊരു നാച്ചുറൽ ഇതാണ്. അപ്പോൾ ഷോർട്ട് കട്ടിലൂടെ പോകാതെ, എളുപ്പവഴികൾ കണ്ടുപിടിക്കാതെ നമ്മളിങ്ങനെ ചെയ്തിരിക്കണം. തീർച്ചയായും ഇത് നമുക്ക് ഗുണം ചെയ്യും, എല്ലാവർക്കും ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കാര്യം മനസ്സിലായാൽ അതുപോലെ എല്ലാവരും ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഔട്ട്, സുരേഷ് പുനൂർ, പുനെ.